കൺമണിയെ ബലരാമന് കല്യാണം ആലോചിക്കുന്ന മനോഹരമായ കാഴ്ച അധികം വൈകാതെ നമുക്ക് കാണാം. ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം കാണിക്കുന്ന ബലരാമൻ സുജാതയുടെ വീട്ടിലേക്ക് കൃഷ്ണന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. തുറന്നു സുജാത കൃഷിനെ മാറ്റി നിർത്തി കൃഷിന്റെ മുന്നിൽ വെച്ച് ബലരാമനെ സ്നേഹിച്ചു കൊല്ലുകയാണ്. എന്നാൽ ഇതെല്ലാം കണ്ടിങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് കൃഷ്ണൻ. തുറന്നു സുജാത ബലരാമനോട് നീ ഇങ്ങനെ വന്ന കാലിൽ നിൽക്കാതെ അകത്ത് കയറി വാ എന്ന് പറഞ്ഞുകൊണ്ട് ബലരാമന്റെ കൈ പിടിച്ചുകൊണ്ട് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. എന്നാൽ അത് കണ്ട് വിഷമത്തോടുകൂടി നോക്കി നിൽക്കുകയാണ് കൃഷ്ണൻ. എന്നാൽ കൃഷ്ണനൊപ്പം കൺമണിയും വിഷമത്തോടുകൂടി നോക്കി നിൽക്കുകയാണ്. തുറന്ന് ഇവരെല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണ്. സുജാത ബലരാമനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ് അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നത്. തുറന്ന് സുജാത ബലരാമനെ ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ്. എന്നാൽ കൃഷിനെ സുജാത ഭക്ഷണമൊന്നും വിളമ്പി കൊടുത്തിട്ടില്ല. തുറന്ന് സുജാതയുടെ മനസ്സിൽ സുജാത ബലരാമനെ മാത്രമേ കാണുന്നുള്ളൂ. അവിടെയുള്ള മറ്റാരും തന്നെ സുജാത കാണുന്നില്ല. കൃഷാകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് സാഗറിന് കാര്യം മനസ്സിലാവുകയാണ്. തുറന്ന് സാഗർ പിന്നെ സുജാതയോട് ഇവിടെ ബലരാമൻ മാത്രമല്ല ഞങ്ങളും കൂടി ഇവിടെ ഇരിക്കുന്നുണ്ടെന്ന് പറയുകയാണ്. എന്നാൽ ഈ സമയത്ത് കൃപ പിന്നെ അമ്മയോട് അമ്മയ്ക്കിപ്പോൾ ബലരാമേട്ടൻ മാത്രമേ മകനായിട്ടുള്ളൂ എന്ന് ചോദിക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരും എന്താ തവിട് കൊടുത്ത് വാങ്ങിയതാണെന്ന് ചോദിക്കുകയാണ്. കൃപ ഒരു തമാശ പോലെയാണ് ചോദിക്കുന്നത്. എന്നാൽ കൃഷ ആകെ ഇതെല്ലാം കേട്ടാകെ വിഷമിച്ച് നിൽക്കുകയാണ്. സാഗർ ഈ കൃപ പറഞ്ഞ കാര്യം കേട്ട് സാഗറിനൊന്ന് കൊള്ളുകയാണ്. സാഗറിന് കാര്യം മനസ്സിലാവുകയാണ്. തുടർന്ന് സാഗർ പിന്നെ കൃഷ്ണനോട് നീ എന്ത് നോക്കിയിരിക്കുകയാണ്, ഭക്ഷണം കഴിക്കാൻ പറയുകയാണ്. എന്നാൽ ഈ സമയത്ത് കൃഷ്ണന് ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നില്ല. വിഷമത്തോടുകൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. കൃഷ്ണന്റെ കൂടെ കമ്പനി കൊടുത്ത് കൺമണി വിഷമത്തോടുകൂടി ഇരിക്കുകയാണ്. ഈ സമയത്ത് സാഗർ ഇത് ശ്രദ്ധിക്കുകയാണ്. തുടർന്ന് സാഗർ പിന്നെ കൺമണിയോട് കൺമണി ഇങ്ങോട്ട് വന്നത് ഇവിടെയുള്ളവർ ഭക്ഷണം കഴിക്കുന്നത് കാണാൻ വേണ്ടിയാണോ? കൺമണി ഭക്ഷണം കഴിക്കൂ കൺമണി. എന്നാൽ അത് കേട്ട് കൺമണി അയ്യോ സാർ ഞാൻ നിങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കുന്നത് ആസ്വദിക്കുകയാണെന്ന് പറയുകയാണ്. തുടർന്ന് സാഗർ വീണ്ടും കൃഷ്ണ വിളിക്കുകയാണ്. നീ ഇതെന്ത് നോക്കിയിരിക്കുകയാണ്, നീ ഭക്ഷണം കഴിക്കാൻ പറയുകയാണ്. നിനക്ക് ആ ചമ്മന്തി കിട്ടിയോ എന്ന് ചോദിക്കുകയാണ്. തുടർന്ന് സാഗർ പിന്നെ സുജാതയെ വിളിക്കുകയാണ്. സുജാത കൃഷ്ണ ചമ്മന്തി കിട്ടിയില്ല എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് സുജാത അയ്യോ കൃഷ്ണന്റെ കാര്യം ഞാൻ മറന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ചമ്മന്തിയുടെ ആ പാത്രവുമായിട്ട് കൃഷ്ണന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. തുടർന്ന് സുജാത കൃഷ്ണ ചമ്മന്തി വിളമ്പി കൊടുക്കുന്ന സമയത്ത് ബലരാമൻ അമ്മയെ വിളിക്കുകയാണ്. അമ്മേ എനിക്ക് ആ മൊരിഞ്ഞ ദോശ ഒരെണ്ണം കൂടി വേണമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് സുജാത ആണോടാ കുട്ട എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ബലരാമന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. കൃഷ്ണ ചമ്മന്തി വിളമ്പി കൊടുക്കുന്ന പോലും ഇല്ല സുജാത. എന്നാൽ അതും കൂടി കണ്ടതോടുകൂടി കൃഷ്ണ വീണ്ടും സങ്കടമാവുകയാണ്. തുടർന്ന് സുജാത ബലരാമന് ആ മൊരിഞ്ഞ ദോശയും ചമ്മന്തിയും മതിവരുവോളം ബലരാമന് വിളമ്പി കൊടുക്കുകയാണ്. എന്നാൽ ഒരെണ്ണം പോലും കൃഷ്ണനെ സുജാത വിളമ്പി കൊടുത്തിട്ടില്ല. അങ്ങനെ സുജാത ബലരാമനെ ഇങ്ങനെ സ്നേഹിച്ചു കൊല്ലുകയാണ്. എന്നാൽ ഇതെല്ലാം സാഗറിന് മനസ്സിലാകുന്നുണ്ട്. സാഗറിന് ഇതെല്ലാം കണ്ട് നല്ല ദേഷ്യം വരികയാണ്. എന്നാൽ ഈ സമയത്ത് കൃഷ്ണ വീണ്ടും ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. കൺമണിയും സങ്കടപ്പെട്ടിരിക്കുകയാണ്. തുടർന്ന് സാഗർ വീണ്ടും കൃഷ്ണനോട് നീ എന്താടാ ഇങ്ങനെ ഇരിക്കുന്നത്, നീ ഭക്ഷണം കഴിക്കാൻ ആവശ്യപ്പെടുകയാണെന്നുള്ളത് കേട്ട് കൃഷ് എനിക്ക് വേണ്ട അച്ഛൻ, എനിക്ക് ഒന്നാമത് വിശപ്പില്ല എന്ന് പറയുകയാണ്. കൃഷി തന്റെ സങ്കടം മറച്ചു വെച്ചുകൊണ്ടാണ് അച്ഛനോട് അത് പറയുന്നത്. പക്ഷെ സാഗറിന് കാര്യങ്ങളെല്ലാം മനസ്സിലാവുകയാണ്. എന്നാൽ ഈ സമയത്ത് കൃപ വീണ്ടും അമ്മയെ കളിയാക്കുകയാണ്. അമ്മ എന്താണ് ബലരാമേട്ടന് മാത്രം വിളമ്പി കൊടുക്കുന്നത്, ഞങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെയുണ്ടെന്ന് പറയുകയാണ് കൃപ. പക്ഷെ കൃപ അത് തമാശയ്ക്ക് പറഞ്ഞതാണെങ്കിലും സാഗറിന് അത് ശരിക്കും കൊള്ളുന്നുണ്ട്. തുറന്ന് കാണിക്കുന്ന കൃഷി ഭക്ഷണം മതിയാക്കി അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. തുറന്ന് കൃഷിയും കൺമണിയും ബെഡ്റൂമിൽ ആ കിടക്കിൽ കിടന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. തുറന്ന് കൃഷി പിന്നെ കൺമണിയോട് കൺമണി നീ പോകണ്ട കൺമണി എന്നൊക്കെ പറയുമ്പോൾ കൺമണി അയ്യോ സാർ എന്താണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ കൃഷി നീയും കൂടി ഇവിടുന്ന് പോയാൽ ഞാൻ ഒറ്റപ്പെട്ട് പോകുമെന്ന് പറയുകയാണെന്നാൽ അത് കേട്ട് കൺമണി പിന്നെ കൃഷ്ണ കളിയാക്കുകയാണ്. അത് കൊള്ളാലോ, ഇവിടെ സാറിനെ എല്ലാവരും ഉള്ളതല്ലേ, പിന്നെ ഞാൻ എന്തിനാണ് ഇവിടെ എന്ന് ചോദിക്കുകയാണ്. തുറന്ന് കൃഷി അതൊക്കെ വെറുതെ പറച്ചിലാണ്, പക്ഷെ ഞാൻ ഇപ്പോൾ ശരിക്കും ഒറ്റപ്പെട്ട പോലെയാണെന്ന് പറയുകയാണ്. തുടർന്ന് കൺമണി കൃഷ്ണനെ ആശ്വസിക്കുകയാണ്. സാർ അതോർത്തൊന്നും വിഷമിക്കേണ്ട, സാറിന് ഞാൻ വീട്ടിലെത്തിയിട്ട് വിളിച്ചോളാം എന്ന് പറയുകയാണ്. സാർ ഉറങ്ങുന്നവരെ ഞാൻ സാറിന്റെ കൂടെ ഇരിക്കാമെന്ന് പറയുകയാണ്. പക്ഷെ സാർ ഉറങ്ങിക്കഴിഞ്ഞാൽ സാർ എനിക്കൊപ്പം തന്നെയല്ലേ എന്ന് ചോദിക്കുകയാണ് കൺമണി. തുറന്ന് കൃഷ്ണ അത് കേട്ട് കൺമണി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. തുറന്ന് കൺമണി പിന്നെ സാറിനോട് കൃഷ്ണനോട് ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ സാർ എന്നെ ഉറക്കത്തിൽ വന്ന് ശല്യപ്പെടുത്താറുണ്ട്, സ്വപ്നത്തിൽ വന്ന് ശല്യപ്പെടുത്താറുണ്ടെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷി പിന്നെ ചെറിയൊരു കളച്ചിരിയുമായിട്ട് കൺമണിയോട് ഞാനൊന്നും എന്നെ ഉറക്കത്തിൽ വന്ന് ശല്യപ്പെടുത്താറില്ല എന്ന് പറയുകയാണ്. തുറന്ന് കൺമണി സാർ തന്നെയാണ് എന്നെ ശല്യപ്പെടുത്താറെന്ന് പറയുകയാണ്. തുറന്ന് കൃഷി ഉറക്കത്തിൽ ഞാൻ വല്ല കുസൃതി കാണിക്കാറുണ്ടോ എന്ന് ചോദിക്കുകയാണ്. തുറന്ന് കൺമണി അതൊന്നുമില്ല എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷി ഒന്ന് ചിരിച്ചുകൊണ്ട് എങ്കിൽ പിന്നെ അത് ഞാനായിരിക്കില്ല എന്ന് പറയുകയാണ്. ഞാനാണെങ്കിൽ എന്തെങ്കിലും കുസൃതി ഞാൻ ഒപ്പിക്കും എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണി സാർ എന്ത് കുസൃതിയാണ് ഒപ്പിക്കാറെന്ന് ചോദിക്കുകയാണ്. തുറന്ന് കൺമണിയോട് കൃഷി അത് സ്വകാര്യത്തിൽ രഹസ്യമായിട്ട് ചെവിയിൽ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണിക്ക് ദേഷ്യം വന്ന് വഷളൻ വഷർത്തരം എന്നോട് പറയണ്ട എന്ന് പറയുകയാണ് കൺമണി.
എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ഇവരുടെ മുറിയിലേക്ക് കൃപ വരികയാണ്. ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത് കേട്ടുകൊണ്ടാണ് കൃപ വരുന്നത്. തുറന്ന് കൃപ ഇവർ രണ്ടുപേരെയും കളിയാക്കുകയാണ്. കൺമണിയാകെ ചമ്മിയ മുഖമായിട്ട് ഇരിക്കുകയാണ്. തുറന്ന് കൺമണിയോട് പിന്നെ കൃപ, അല്ല കൺമണി ഇന്ന് പോകാൻ ഉദ്ദേശമില്ലേ എന്ന് ചോദിക്കുകയാണ്. വാ കൺമണിയെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം എന്ന് പറയുകയാണ്. തുറന്ന് കൺമണിയും കൃഷോ, അയ്യോ കൃപയെ ഒരു 5 മിനിറ്റ് കൂടി ഞങ്ങൾ സംസാരിച്ചോട്ടെ എന്ന് ആവശ്യപ്പെടുകയാണ്. തുറന്ന് കൃപ ശരി ഒരു 5 മിനിറ്റ് സംസാരിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് കൃപ താഴേക്ക് ചെല്ലുകയാണ്. തുറന്ന് കാണിക്കുന്നത് ബലരാമൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് സുജാതയും സാഗറും ബലരാമനോട് സംസാരിക്കുകയാണ്. തുറന്ന് സുജാത പിന്നെ ബലരാമനോട്, നീ ഓഫീസിൽ ജോലി കഴിഞ്ഞ് വീണ്ടും ഇങ്ങോട്ട് തന്നെ വരണം, നമുക്ക് വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കാനുള്ളതാണെന്ന് പറയും. തുറന്ന ബലരാമൻ അതെന്താണെന്ന് ചോദിക്കുമ്പോൾ സുജാത അത് തുറന്ന് പറയാൻ തയ്യാറാകുന്നില്ല. അതൊക്കെ നീ വന്നിട്ട് നേരിട്ട് പറയാം. ഇതൊക്കെ പണ്ടേ എടുക്കേണ്ട തീരുമാനങ്ങളായിരുന്നു, പക്ഷെ പണ്ട് അതിനുള്ള സമയം വന്നില്ല. ഇപ്പോൾ അത് തീരുമാനിക്കാനുള്ള സമയം ആയിരിക്കുകയാണ് കേട്ട് സാഗറൊന്നും ഞെട്ടുകയാണ്. സുജാത എന്താണ് മനസ്സിൽ ഉദ്ദേശിക്കുന്നതെന്ന് സാഗറിന് മനസ്സിലാകുന്നില്ല. സാഗറാകെ ടെൻഷൻ ആവുകയാണ്. ഈ സമയത്ത് അങ്ങോട്ടേക്ക് താഴേക്ക് കൃഷും കൃപയും കൺമണിയും കൂടി താഴേക്ക് ഇറങ്ങി വരികയാണ്. തുടർന്ന് കൃപ പിന്നെ ബലരാമനോട്, ചേട്ടാ കൺമണിയെ കൺമണിയുടെ വീട്ടിൽ കൊടന്നാക്കാമോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് ബലരാമൻ, അതിനെന്താ ഞാൻ തന്നെ കൺമണിയുടെ വീട്ടിൽ കൊടന്നാക്കാം എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണി, അയ്യോ വേണ്ട സാർ അതിനുവേണ്ടി ബുദ്ധിമുട്ടണ്ട എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ബലരാമൻ, എന്ത് ബുദ്ധിമുട്ട്, എനിക്കൊരു ബുദ്ധിമുട്ടില്ല എന്ന് പറയുകയാണ്. തുടർന്ന് ബലരാമൻ പിന്നെ കൃഷ്ണനോട്, കൃഷ്ണൻ നീ ഒന്നോർത്തും പേടിക്കണ്ട, കൺമണിയെ ഞാൻ സുരക്ഷിതമായിട്ട് കൺമണിയുടെ വീട്ടിൽ കൊടന്നാക്കിക്കോളാം എന്ന് പറയുകയാണ്. തുടർന്ന് ബലരാമൻ പിന്നെ കൺമണിയെ കുറിച്ച് ഇങ്ങനെ വാഞ്ഞോളം പുകഴ്ത്തുകയാണ്. തുടർന്ന് സുജാത കൺമണിയെ കുറിച്ച് പറയുകയാണ്, എന്റെ മകന്റെ ഭാര്യ ആകേണ്ടവളാണ് കൺമണി എന്നൊരു അർത്ഥം വെച്ചുകൊണ്ട് പറയുകയാണ്. സുജാതയുടെ മനസ്സിൽ എന്താണെന്ന് ഈശ്വരനെ മാത്രമേ അറിയൂ. തുടർന്ന് ബലരാമന്റെ കൂടെ കൺമണി പോവുകയാണ്. എന്നാൽ കൺമണി കൂടി പോയതോടുകൂടി കൃഷി വീണ്ടും ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. തുടർന്ന് എല്ലാവരും അവിടുന്ന് പോയ ശേഷം കൃഷിനെ ആശ്വസിപ്പിക്കുകയാണ് സാഗർ. കൺമണിയെ പോലെ ഒരു പെൺകുട്ടിയെ നീ കല്യാണം കഴിക്കാൻ പോകുന്നത് നിന്റെ ഭാഗ്യമാണെന്ന് പറയുകയാണ്. കൺമണി വലിയ പിടിക്കുകയാണ്. ഇതും പറഞ്ഞുകൊണ്ട് സാഗര കൃഷ്ണനോട് കൺമണിയെ കുറിച്ച് വീണ്ടും വാഞ്ഞോളം പുകഴ്ത്തുകയാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് സുജാത വരികയാണ്. തുറന്ന് സുജാത പിന്നെ കൃഷ്ണനെ വിളിക്കുകയാണ്. കൃഷ്ണന്റെ കയ്യിൽ പിടിച്ചിട്ട്, വാടാ ഞാൻ നിന്നെ മുറിയിൽ കൊണ്ടുവന്നാക്കി തരാം, നീ അവിടെ പോയിട്ട് റെസ്റ്റ് ചെയ്യാൻ പറയുകയാണ്. എന്നാൽ ഈ സമയത്ത് കൃഷ്ണൻ നല്ല ദേഷ്യം വരികയാണ്. ഇത്രയും നേരം കണ്ട ഭാവം നടിക്കാത്ത സുജാത തന്റെ കയ്യിൽ കയറി പിടിച്ച് സ്നേഹം കാണിക്കുമ്പോൾ കൃഷ്ണൻ അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. ദേഷ്യവും സങ്കടവും എല്ലാം കൃഷിന്റെ മനസ്സിൽ കടന്ന് കളിക്കുകയാണ്. വിടുതളെ എന്ന് നമുക്ക് പറയാൻ തോന്നും, പക്ഷെ കൃഷി അങ്ങനെ പറയുന്നില്ല. വാ കൃഷി, എനിക്കറിയാം നിന്റെ മനസ്സിൽ ചെറിയ സങ്കടങ്ങളൊക്കെ ഉണ്ടെന്ന്, അതൊക്കെ ഞാൻ മാറ്റിത്തരാം എന്ന് പറഞ്ഞുകൊണ്ട് സുജാത കൃഷിന്റെ കൈ ബലമായിട്ട് പിടിച്ചുകൊണ്ട് കൃഷ്ണി കൂട്ടിക്കൊണ്ട് ആ ബെഡ്റൂമിലേക്ക് ചെല്ലുകയാണ്. എന്നാൽ അത് കണ്ട് സാഗറിന് നല്ല സന്തോഷമാവുകയാണ്. ഹാവു, ഇപ്പോഴാണ് എനിക്കൊരു ആശ്വാസമായത് എന്നിങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ് സാഗർ. തുറന്ന് കാണിക്കുന്ന കൺമണിയും ബലരാമനും കൂടി കാറിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് കൺമണിയും ബലരാമനും സംസാരിക്കുന്ന മനോജേട്ടനെ കുറിച്ചാണ്. മനോജേട്ടന്റെ കേസിനെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട്, ആ ഗുണ്ടകളുമായിട്ട് മനോജേട്ടന് വലിയ ബന്ധമില്ല എന്ന് തെളിയിക്കാനാവുന്ന തെളിവുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ടെന്ന് കൺമണി ബലരാമനോട് പറയുകയാണ്. തുടർന്ന് ബലരാമൻ പിന്നെ കൺമണിയോട്, കഴിഞ്ഞ ദിവസം ഇങ്ങനൊരു സംഭവം ഉണ്ടായില്ല എങ്കിൽ കൃഷിയും കൺമണിയുടെയും കല്യാണം മുടങ്ങാതെ നടക്കുമായിരുന്നു എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അതും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ കാറിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണെന്നാൽ ഈ സമയത്ത് കൺമണി ഒന്ന് ഉറങ്ങുകയാണ്. പക്ഷെ ബലരാമൻ അത് ശ്രദ്ധിക്കാതെ കൺമണിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. തുറന്ന് ബലരാമൻ നോക്കുമ്പോൾ കൺമണി നല്ല ഉറക്കമാണ്. തുറന്ന് ബലരാമൻ പിന്നെ മനസ്സിൽ പറയുന്ന, പാവം കൺമണി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം എന്റെ പാവം അനിയനെ കുറെ ശുശ്രൂഷിച്ചു, കുറെ ക്ഷീണിച്ചു, കൺമണി ഉറങ്ങിക്കോട്ടെ, അവൾക്ക് നല്ല വിശ്രമം വേണം, അവള് ക്ഷീണിതയാണ്. തുറന്ന് കാണിക്കുന്ന സുജാതയാണ്. സുജാത അടുക്കളയിൽ കറിക്ക് അരിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. സ്വപ്നം കണ്ടുകൊണ്ടാണ് അരിഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. ഈ സമയത്ത് അങ്ങോട്ടേക്ക് സാഗർ വരികയാണ്. തുടർന്ന് സാഗർ പിന്നെ സുജാതയോട് സംസാരിക്കുകയാണ്. എന്തായാലും നീ ഇപ്പോൾ കാണിച്ചത് മിടുക്കായി എന്ന് പറയുകയാണ്. എനിക്ക് ആദ്യം കുറച്ച് വിഷമമൊക്കെ ഉണ്ടായിരുന്നു, ബലരാമൻ വന്ന സമയത്ത് നീ കൃഷ്ണനെ മൈൻഡ് പോലും ചെയ്യാതെ ബലരാമനെ മാത്രം കെയർ ചെയ്തത് എനിക്ക് നല്ല വിഷമം ഉണ്ടായി എന്ന് പറയുകയാണ്. പക്ഷെ ബലരാമൻ പോയ ശേഷം നീ കൃഷ്ണന്റെ കൈ പിടിച്ചുകൊണ്ട് കൃഷിനെയും കൂട്ടിക്കൊണ്ട് ബെഡ്റൂമിലേക്ക് പോയത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി എന്ന് പറയുകയാണ്. അവന്റെ മനസ്സിൽ ചെറിയൊരു നീരസമൊക്കെ തോന്നിയിരുന്നു, പക്ഷെ ഇപ്പോൾ അവന് ഹാപ്പിയാണെന്ന് പറയുകയാണ്. എന്നാൽ ഇതൊന്നും സുജാത കേട്ടിട്ടില്ല. സുജാത സ്വപ്ന ലോകത്താണ്. തുടർന്ന് സാഗർ പിന്നെ സുജാതയെ വിളിക്കുകയാണ്. സുജാത നീ എന്താലോചിച്ച് നിൽക്കുകയാണെന്ന് ചോദിക്കുമ്പോൾ സുജാത പിന്നെ സാഗറിനോട്, അല്ല സാഗർ ഇതെപ്പോൾ വന്നു എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് സാഗർ ദേഷ്യം വരികയാണ്. അത് ശരി, ഇത്രയും നേരം ഞാൻ പറഞ്ഞു വന്നു, അപ്പോൾ നീ കേട്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. തുടർന്ന് സുജാത സാഗർ എന്താണ് പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. തുടർന്ന് സാഗർ പിന്നെ സുജാതയോട് കൃഷിയുടെ കാര്യം പറയുകയാണ്. എന്നാൽ അത് കേൾക്കുമ്പോൾ തന്നെ സുജാതയ്ക്ക് ദേഷ്യം വരികയാണ്. ഇവിടെ ഇപ്പോൾ സംസാരിക്കേണ്ടത് കൃഷ്ണനെ കുറിച്ചല്ല ബലരാമനെ കുറിച്ചാണെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കണ്ണു തള്ളി നിൽക്കുകയാണ് സാഗർ. തുടർന്ന് സാഗർ പിന്നെ സുജാതയോട് ബലരാമനെ കുറിച്ച് എന്താണ് സംസാരിക്കാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ സുജാത തന്റെ മനസ്സിലുള്ള കാര്യം പറയുകയാണ്.
ബലരാമൻ എന്തിനാണ് വേറെ വീട്ടിൽ താമസിക്കുന്നത്? ബലരാമൻ നമ്മുടെ മകനല്ലേ, നമ്മുടെ മകൻ നമുക്കൊപ്പമല്ലേ താമസിക്കേണ്ടത്? ബലരാമൻ ഇങ്ങി മുതൽ ഇവിടെ താമസിച്ചാൽ മതി, ബലരാമൻ ഇങ്ങി ദുബായിലേക്ക് ഒന്ന് തിരിച്ചു പോകണ്ട, ഇവിടുത്തെ ബിസിനസ് ബലരാമൻ നോക്കി നടത്തട്ടെ എന്ന് പറയുകയാണ്. നമ്മുടെ മകനല്ലേ അതൊക്കെ നോക്കി നടത്തേണ്ടത്, അല്ലാതെ കൃഷി അല്ലല്ലോ, കൃഷി നമ്മുടെ മകനല്ലല്ലോ എന്ന ധ്വനിയാണ് സുജാത സാഗറിനോട് പറയുന്നത്. നമുക്കൊപ്പം ഈ വീട്ടിൽ നമ്മുടെ ബിസിനസ് എല്ലാം നോക്കി നടത്തി ബലരാമൻ ഈ വീട്ടിലുണ്ടാകണം, അല്ലാതെ നമ്മൾ എടുത്തു വളർത്തി നമ്മുടെ ഔദാര്യത്തിൽ ഇവിടെ കഴിയുന്ന കൃഷിയല്ല നമ്മുടെ സ്ഥാപനങ്ങളിൽ നോക്കി നടത്തേണ്ടത് എന്ന രീതിയിലാണ് സുജാത സാഗറിനോട് അത് പറയുന്നത്. എന്നാൽ സുജാതയുടെയും മറുപടി കേട്ട് ഞെട്ടി നിൽക്കുകയാണ് സാഗർ. അങ്ങനെ നൈസായിട്ട് സുജാത കൃഷിന് ചെക്ക് വെക്കുകയാണ്. എന്നാൽ ഇതെല്ലാം കേട്ട് സാഗർ പിന്നെ സുജാതയോട് ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്, ബലരാമൻ അതിന് സമ്മതിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ സുജാത ബലരാമൻ സമ്മതിച്ചേ പറ്റൂ, കാരണം ബലരാമൻ നമ്മുടെ മകനാണ്, നമുക്ക് നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ കൃപയ്ക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുകയാണ്. അതുകൊണ്ട് കൃപയ്ക്കൊപ്പം ബലരാമനും കൂടി ഉണ്ടാകണമെന്ന് പറയുകയാണ്. എന്നാൽ ആ മറുപടി കൂടി കേട്ടതോടുകൂടി സാഗർ എന്ത് പറയണമെന്നറിയാതെ ആകെ പകച്ചു നിൽക്കുകയാണ്. മാടമ്പള്ളിയിലെ ചിത്തരോഗി സുജാതയാണോ എന്ന രീതിയിലാണ് സാഗർ നിൽക്കുന്നത്. തുറന്ന് സുജാത സാഗറിന് ഇത് ബലരാമനോട് പറയാൻ എന്തെങ്കിലും മടിയുണ്ടെങ്കിൽ സാഗർ അത് എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ഇത് നേരിട്ട് ബലരാമനോട് പറഞ്ഞോളാം എന്ന് പറയുകയാണ് സുജാത. ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്.